ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സംഭവം തന്നെ പറയട്ടെ, അത് നടന്നിട്ടില്ല, നടക്കില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു സ്വീഡിഷ് പ്ലെയർ ആയ അഗസ്റ്റ് എർലിംഗ് മാർക്ക് എന്ന് പറഞ്ഞുള്ള ഒരു 26 വയസ്സുകാരനായ മിഡ്ഫീൽഡറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ. അപ്പോൾ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, സെൻട്രൽ മിഡ്ഫീൽഡർ, അതുപോലെ സെൻട്രൽ ബാക്കായിട്ട് കളിക്കാൻ കഴിയുന്ന താരമാണ്. 26 വയസ്സുള്ളൂ, ഫ്രീ ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് സ്വീഡിഷ് മാധ്യമമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വീഡിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റു യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും മറ്റു ക്ലബ്ബുകളിൽ നിന്നും ഓഫേഴ്സ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സും ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഓഫർ താരം ടേൺ ഡൗൺ ചെയ്യുകയായിരുന്നു. ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യമില്ല, ആ ഓഫർ താരം തള്ളിക്കളയുകയായിരുന്നു, ടേൺ ഡൗൺ ചെയ്തു എന്നാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായാലും നല്ലൊരു, ഞാനിത് വീഡിയോ ചെയ്യാനുള്ള കാരണം സംഭവം നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ടേൺ ഡൗൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് ചെയ്യാനുള്ള കാരണം നല്ലൊരു പ്ലെയർ ആയിരുന്നു, ഒരു ഗുഡ് സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ഗുഡ് പ്ലെയർ ആണ്. അതുപോലെ മിഡ്ഫീൽഡ്, നമ്മുടെ ഈ പുതിയ കോച്ചിൻ്റെ കീഴിൽ മിഡ്ഫീൽഡിൽ ഒരു ഫോറിൻ പ്ലെയറൊക്കെ വരുമെന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിച്ചില്ല. ഇപ്പോൾ പുള്ളി ലാസ്റ്റ് ഇപ്പോൾ കളിച്ചിട്ടുള്ളത് ഗ്രീക്ക് ഫസ്റ്റ് ടയർ ക്ലബ്ബിലാണ്. അപ്പോൾ അവിടുന്ന് കരാറ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ വീഡിയോ ചെയ്തെന്നുള്ളൂ. എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു പ്ലെയറിനെ തന്നെയാണ് ലഭിക്കാതെ പോയത്. ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ബൈ.